സഹോദരങ്ങളെ, ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഒരു പാർട്ടിയെക്കുറിച്ചല്ല, ഒരു സർക്കാരിനെക്കുറിച്ചല്ല. കുറേ പാവപ്പെട്ട മനുഷ്യരുടെ നിലവിളിയെക്കുറിച്ചാണ്. കർണാടകയിൽ പാവപ്പെട്ടവരുടെ വർഷങ്ങളായി ജീവിച്ച വീടുകൾ സർക്കാർ ബുൾഡോസർ കൊണ്ട് തകർത്തു. ഒരു നിമിഷം ചിന്തിക്കൂ. അവരുടെ വീട് എന്നത് ചുമരും മേൽക്കൂരയും മാത്രമല്ല, അവരുടെ സ്വപ്നമാണ്, അവരുടെ സുരക്ഷയാണ്, അവരുടെ കുട്ടികളുടെ ഭാവിയാണ്. അതെല്ലാം ഒരു ഉത്തരവിൽ, ഒരു ബുൾഡോസറിൽ മണ്ണിനോടൊപ്പം തകർത്തു. ഇത് ഭരണമാണ് എന്ന് നിങ്ങൾ പറയുന്നുവോ? ഇത് വികസനമാണെന്ന് നിങ്ങൾ വിളിക്കുമോ? വികസനം പാവപ്പെട്ടവനെ വഴിയിലാക്കി കണ്ണീർ കാണാതെ മുന്നോട്ട് പോകുന്നതാണോ? ഭരണഘടന പറയുന്നത് എന്താണ്? ജീവിക്കാൻ അവകാശം, താമസിക്കാൻ അവകാശം, മനുഷ്യനായി ജീവിക്കാൻ അവകാശം. പക്ഷേ ഇന്ന് ഭരണഘടനയല്ല നടക്കുന്നത്, ബുൾഡോസർ രാജാണ് നടക്കുന്നത്. മറുപടി പറയാൻ സമയമില്ല, നീതിക്ക് വാതിൽ ഇല്ല. ദൈവത്തിൻ്റെ പേരിൽ, വികസനത്തിൻ്റെ പേരിൽ, നിയമത്തിൻ്റെ പേരിൽ പാവപ്പെട്ടവനെ തെരുവിലാക്കുന്ന ഈ ക്രൂരത നമ്മൾ അംഗീകരിക്കില്ല. ഞങ്ങൾ ചോദിക്കുന്നു, വീടില്ലാത്ത വികസനം ആർക്കു വേണ്ടി? പാവപ്പെട്ടവനെ തകർത്തുള്ള ശക്തി എന്തിനായി? ഈ രാജ്യം ബുൾഡോസർ കൊണ്ട് ഓടിക്കരുത്. ഈ രാജ്യം നീതിയും മനുഷ്യത്വവും കൊണ്ടാണ് ഓടിക്കേണ്ടത്. പാവപ്പെട്ടവരുടെ കണ്ണീർ ഒരു ദിവസം ഈ അനീതിക്കെതിരെ ചരിത്രമായി മാറും. അന്ന് ചോദിക്കും, നിങ്ങൾ ഏത് വശത്തായിരുന്നു? ബുൾഡോസറിൻ്റെ വശത്തോ അല്ലെങ്കിൽ മനുഷ്യൻ്റെ വശത്തോ?